റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ ഒന്ന് നോക്കിയാലോ. ശ്രദ്ധിക്കുക, നമ്മൾ NSEയുടെ വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്രൈസസ്, അതായത് നമ്മൾ ഏത് ഡേറ്റ് മുതലാണ്, ജൂൺ 24 മുതൽ ജൂലൈ 11 വരെയാണ്. കാരണം എന്താണ്, നമുക്ക് 14 ദിവസത്തെ വാല്യൂസ് ആണ് ഇപ്പോഴും RSI ഇൻഡിക്കേറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ക്ലോസിംഗ് പ്രൈസ് ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലോസിംഗ് പ്രൈസസ് ആണ് ആ കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ. ഇനി ഇവിടെ നമ്മൾ എന്താണ് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്, ഈ ഡേ ജൂലൈ 11ന്റെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും ജൂലൈ 10ന്റെ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് കറണ്ട് ഡേ മൈനസ് പ്രീവിയസ് ഡേ എന്നുള്ളതാണത്. അങ്ങനെ ഓരോ ദിവസവും ചെയ്യുമ്പോൾ ചിലത് പോസിറ്റീവും ചിലത് നെഗറ്റീവുമായിട്ട് നമുക്ക് ഇവിടം വരെ ലഭിക്കും. ഇനി ആവറേജ് ഗെയിൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പോസിറ്റീവ് വാല്യൂസ് എല്ലാം എടുത്ത് ആഡ് ചെയ്യുകയും ഡിവൈഡഡ് ബൈ 14 ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഗെയിൻ കിട്ടുന്നതാണ്. ഇനി ആവറേജ് ലോസ് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ എല്ലാ നെഗറ്റീവ് വാല്യൂസും എടുക്കുകയും അത് ആഡ് ചെയ്യുകയും ഡിവൈഡഡ് ബൈ 14 ചെയ്യുകയും ചെയ്താൽ നമുക്ക് ആവറേജ് ലോസ് ആവറേജ് ഗെയിനും കിട്ടുന്നതായിരിക്കും. ആവറേജ് ലോസും ആവറേജ് ഗെയിനും ലഭിച്ചു. ഇനി നമുക്ക് RSI ഇൻഡിക്കേറ്ററിന്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. നമ്മൾ ആവറേജ് ലോസും ആവറേജ് ഗെയിനും കിട്ടിയത് നിലയ്ക്ക് നമുക്ക് ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ്, അതായത് ദിസ് വാല്യൂ 66.84286 ഡിവൈഡഡ് ബൈ 44.9929 ചെയ്താൽ നമുക്ക് -1.48563 എന്ന് കിട്ടും. ഈ മൈനസ് വാല്യൂ നമ്മൾ എടുക്കേണ്ടതില്ല, RSI കാൽക്കുലേഷനിൽ മൈനസ് ആയിട്ട് എടുക്കേണ്ടതില്ല. നമ്മളത് പോസിറ്റീവായി തന്നെയാണ് ഫോർമുലയിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് RSI വാല്യൂ ഇൻഡിക്കേറ്ററിൻ്റെ കാൽക്കുലേഷൻ? 100 - 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ്. ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് ആണ് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് 1.48 ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇതിൻ്റെ ആൻസർ ആണ് 59.76875. അതായത് എന്താണ്, ഇത് ഏത് സോണിലാണ് കിടക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ സോണിലാണ് കിടക്കുന്നത്. ന്യൂട്രൽ സോണിലാണ് ഇത് കിടക്കുന്നത്. ഇത് ന്യൂട്രൽ സോണിലാണ് കിടക്കുന്നത് എന്ന് മാത്രമല്ല, കുറച്ച് ബുള്ളിഷ് ആവാനുള്ള ഒരു ട്രെൻഡിന്റെ സോണിലാണല്ലോ, 70ക്ക് അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ NSEയിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. NSEയിൽ നിന്നുള്ള ഹിസ്റ്റോറിക്കൽ പ്രൈസസ് ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഹൈ ലോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മൾ ക്ലോസിംഗ് പ്രൈസസ് മാത്രമേ RSI വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഏതൊക്കെ ഡേറ്റ് മുതലാണ്, ജൂൺ 24 മുതൽ ജൂലൈ 11 വരെയാണ് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. ഇനി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? ക്ലോസിംഗ് പ്രൈസസ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറണ്ട് ഡേ, അതായത് ജൂലൈ 11ന്റെ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ജൂലൈ 10ന്റെ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ചെയ്തതാണ് നമ്മൾ ഇപ്പുറത്ത് കാണുന്ന വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കറണ്ട് ഡേ മൈനസ് പ്രീവിയസ് ഡേയുടെ കാൽക്കുലേഷനാണ് ഇവിടെ കാണുന്നത്. ഇനി ആവറേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പോസിറ്റീവ് വാല്യൂസും എടുത്ത് ആഡ് ചെയ്യുകയും ഡിവൈഡഡ് ബൈ 14 ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ്? ആവറേജ് ഗെയിൻ കിട്ടുന്നതാണ്. ഇനി ആവറേജ് ലോസ് എങ്ങനെയാണ്? 14 ഡേയ്സിൽ NSE നിഫ്റ്റി 50യുടെ RSI ഇൻഡിക്കേറ്റർ കാൽക്കുലേഷൻ ആണ് ഈ കാണുന്നത്. ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് ആണ് ഈ കാണുന്നത്, 1.48563. ഇനി നമ്മൾ RSI ഇൻഡിക്കേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 - 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ്. ഇവിടെ ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് ഓൾറെഡി നിങ്ങൾക്ക് കാണാം. സോ മൈനസ് വാല്യൂ ആയാലും പ്ലസ് വാല്യൂ ആയാലും നമ്മൾ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് എടുക്കുക. 100 - 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1.48563 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 59.7688. അതായത് 60യോട് അടുത്ത വാല്യൂ ആണ്. അപ്പോൾ 60യോട് അടുത്ത വാല്യൂ ആയതുകൊണ്ട് തന്നെ 70യോട് അടുത്തു എന്ന് പറയാം. 70 എബവ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഓവർ ബോട്ടാണെന്ന് നമുക്കറിയാം. ഒരുപാട് വാങ്ങിച്ചു കൂട്ടുകയാണെങ്കിൽ വീണ്ടും ബെയറിഷ് ആവാനുള്ള സിഗ്നലാണ്. അപ്പോൾ ബെയറിഷ് സിഗ്നലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലഭിക്കുന്നത് എന്ന് പറയാം. ബെയറിഷ് ആകുമ്പോൾ ബുള്ളിഷ് ആകുമെന്ന ആശങ്ക എനിക്കുമുണ്ട്. കറക്റ്റായിട്ടൊരു കാൽക്കുലേഷൻ ഇത് ക്യാൻഡിൽസ്റ്റിക് അനുവദിക്കുന്നുമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു ഈ RSI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളത്. അപ്പോൾ ജൂൺ 24 മുതൽ ജൂലൈ 11 വരെയുള്ള വാല്യൂസ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂസിൻ്റെ അനാലിസിസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ അനാലിസിസ് ഒന്നും കൂടി പറയുന്നതാണിത്. RSI കാൽക്കുലേഷനിലേക്ക് പോയി
RSI കാൽക്കുലേഷൻ എന്ന് പറയുന്നത്